തിരുവല്ലയിലെ ഏറ്റവും താഴെത്തട്ടുള്ള വ്യക്തികൾ മുതൽ എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. തിരുവല്ല ജനങ്ങളെ എന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിരിക്കുകയായിരുന്നു. ഒന്നും ചെയ്തില്ലെങ്കിലും വോട്ട് തരും, അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു പോകുമെന്ന് കരുതിയിരുന്നവരുണ്ടായിരുന്നു. പ്രധാനമന്ത്രി വരികയും നേരിട്ട് തിരുവല്ല ജനങ്ങളോട് സംവദിക്കുകയും അവർക്ക് നേരിട്ട് ഒരു ഉറപ്പ് നൽകിയിട്ട് അദ്ദേഹം പോയി. അതുകൊണ്ട് തന്നെയും തിരുവല്ലയിലെ ഡബിൾ എൻജിൻ MLA മോഡൽ അത് തിരുവല്ലയ്ക്ക് സാധ്യമാകും. ആ ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് തിരുവല്ല മണ്ഡലം. BJP ശക്തമായി മുന്നേറി എന്നുള്ളതാണ് തിരുവല്ലയുടെ ഒരു ഇത്തവണത്തെ പ്രത്യേകത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണ പ്രവർത്തനത്തിനായി എത്തിയതോടെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ 10 മടങ്ങ് ഊർജ്ജസ്വലമാവുകയും ചെയ്തിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥിയായ അനൂപ് ആൻ്റണി ജോസഫ് കടുത്ത വിജയപ്രതീക്ഷയിലാണ്. ആദ്യം എല്ലാവരെയും ഫോൺ വിളിച്ച് എല്ലാവരെയും നന്ദി പറയുന്നു. ഒപ്പം ആളുകളൊക്കെ ഓരോരുത്തരായിട്ട് പോയി കാണുകയാണ്. സ്വാഭാവികമായിട്ട് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരെയും ഞാൻ ഒരു സ്പെഷ്യൽ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഈ അവസരത്തിൽ തിരുവല്ലയിലെ വോട്ടർമാരോട് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി. കാരണം തിരുവല്ല ജനങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചു. തിരുവല്ലയിലെ ഏറ്റവും താഴെത്തട്ടുള്ള വ്യക്തികൾ മുതൽ എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് എന്നോടുള്ള സ്നേഹം മാത്രമല്ല, തിരുവല്ലയ്ക്കുള്ള ഒരു നല്ല വികസനം വരണമെന്നുള്ള ആത്മാർത്ഥമുള്ള ആഗ്രഹമുള്ള ആളുകളാണ് എന്നോടൊപ്പം നിന്നത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഒത്തിരി പേർ എന്നെ സഹായിച്ചു, ഒത്തിരി പേർ എന്നോടൊപ്പം നിന്നു. അതിനെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോകണം. കാരണം ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തിരുവല്ലയുടെ ഒരു അഭൂതപൂർവമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്നോടൊപ്പം കൂടെ നിൽക്കണമെന്ന് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ശക്തമായ ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, തിരുവല്ല ജനങ്ങളെ എന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിരിക്കുകയായിരുന്നു. ഒന്നും ചെയ്തില്ലെങ്കിലും വോട്ട് തരും, അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു പോകുമെന്ന് കരുതിയിരുന്നവരുണ്ടായിരുന്നു. 20 വർഷം കാലയളവ് അങ്ങനെ പെട്ടെന്ന് തിരുവല്ലക്കാർക്ക് അങ്ങനെ അവഗണിക്കാൻ സാധിക്കില്ല. 20 വർഷം കൊണ്ട് എന്തെല്ലാം വികസനം നമുക്ക് തിരുവല്ലയിൽ കൊണ്ടുവരാൻ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും തിരുവല്ലയിലെ ജനങ്ങൾ കൃത്യമായ ഒരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിരുന്നു. മാറ്റം വേണം എന്നുള്ളൊരു തീരുമാനം. അത് ആ മാറ്റം കൊണ്ടുവരണമെന്ന ആ ഒരു സാഹചര്യത്തിൽ തിരുവല്ല ജനങ്ങളുടെ മുമ്പിൽ ഒരു ഡബിൾ എൻജിൻ മോഡലാണ് ഞാൻ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം നേരിട്ട് ഇവിടെ വന്നു, ആ ഉറപ്പ് നൽകിയിട്ട് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവല്ല ജനങ്ങൾ അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവരൊരു നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് ഫലം വരുമ്പോൾ നമുക്കറിയാം. ഈ പ്രധാനമന്ത്രിയുടെ വരവ് പ്രചരണത്തിന് ഊർജ്ജം നൽകിയിരുന്നു. വലിയ ഊർജ്ജമല്ലേ, സ്വാഭാവികമായിട്ടും. കാരണം പ്രധാനമന്ത്രി വരികയും നേരിട്ട് തിരുവല്ല ജനങ്ങളോട് സംവദിക്കുകയും അവർക്ക് നേരിട്ട് ഒരു ഉറപ്പ് നൽകിയിട്ട് അദ്ദേഹം പോയി. എല്ലാ കാര്യത്തിലും പ്രധാനമന്ത്രി കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും തിരുവല്ലയിലെ ഡബിൾ എൻജിൻ MLA മോഡൽ അത് തിരുവല്ലയ്ക്ക് സാധ്യമാകും. ആ ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ വിഭാഗമായിരിക്കും കൂടുതൽ വോട്ട് ചെയ്തത്? പ്രത്യേകിച്ച് ഈ യുവാക്കളെയൊക്കെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ വിഭാഗക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് യുവാക്കൾ കൂടുതൽ ഒപ്പം നിന്നിട്ടുണ്ട്. കാരണം അവർക്കിപ്പം രാഷ്ട്രീയമല്ല അവർ നോക്കുന്നത് തിരുവല്ലയുടെ ഡെവലപ്മെൻറ്റാണ്. അവർക്ക് ഒത്തിരി ആസ്പിറേഷൻസ് ഉണ്ട്. തിരുവല്ലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം, തിരുവല്ലയിൽ ഇന്ന കാര്യങ്ങൾ വേണം. ആ യുവാക്കൾക്കൊന്നും സമയം ചെലവഴിക്കാൻ പോലും ഒരു നല്ല സ്ഥലം തിരുവല്ലയിൽ ഇല്ല എന്നുള്ള വാസ്തവമാണ്. ആകെപ്പാടെ അവർ എപ്പോഴെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ആ വേങ്ങലിലുള്ള നമ്മുടെ എന്താ പറയുക, അവിടേക്ക് പോയി മുട്ടാമ്പാടത്തൊക്കെയാണ് പോയി ഇരിക്കുന്നത്. പക്ഷേ തിരുവല്ലയിൽ ഒരു നൈറ്റ് ലൈഫിനുള്ള ഒരു ഹബ്ബോ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് സമയം ചെലവഴിക്കാവുന്ന സ്ഥലമോ സ്പോർട്സിനുള്ള ആവശ്യമുള്ള സൗകര്യമോ അവർക്ക് നാട് വിട്ട് പോകാതിരിക്കാനുള്ള ജോലിയുടെ സൗകര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് യുവാക്കളൊരു വലിയ രീതിയിൽ ഇത്തവണ തിരുവല്ലയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ ഒത്തിരി, ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഒത്തിരി അനുഗ്രഹവും സ്നേഹത്തോടെ നൽകി. അവരുടെ ഒരു വലിയ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ വിഭാഗക്കാരും ഇത്തവണ BJPക്കൊപ്പം എനിക്കൊപ്പം നിന്നിട്ടുണ്ട്. ഭൂരിപക്ഷം എത്രയായിരിക്കും? വലിയ ഭൂരിപക്ഷമായിരിക്കും, റെക്കോർഡ് ഭൂരിപക്ഷം, ഡബിൾ എൻജിൻ ഭൂരിപക്ഷമായിരിക്കും തിരുവല്ല കിട്ടാൻ പോകുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു അനൂപുമായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു വാസ്തവം? അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയം തന്നെ ഞാൻ ഗുജറാത്തിൽ ചില ദൗത്യങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ പോകാനും വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ച വ്യക്തിയാണ് 2010 മുമ്പ് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെയും ഒരു വ്യക്തിബന്ധം ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഞാൻ അവരുടെ അക്നോളജ് ചെയ്യണമെന്നോ അല്ലെന്നും കരുതിയിരുന്നതല്ല. പക്ഷെ അത് അദ്ദേഹം തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു വലിയ സന്തോഷവും എന്താ പറയുക, ഒത്തിരി ആനന്ദവും ആ കാര്യത്തിലുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം എന്നെ ഒരു പ്രത്യേക പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കി എന്നെ ഉൾപ്പെടുത്തിയിരുന്നു. അത് ഞാൻ വളരെ സെൽഡായിട്ട് കുറേ നാളുകളായിട്ട് ചെയ്തു വരികയായിരുന്നു. അത് അദ്ദേഹം ചെയ്തൊരു ഹാർഡ് വർക്കിനെ അദ്ദേഹം അക്നോളജ് ചെയ്തു. സ്വാഭാവികമായിട്ടും അദ്ദേഹമായിട്ടൊരു
ലോകാരാധ്യനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹമായിട്ടൊരു വ്യക്തിബന്ധം പുലർത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ദൈവാനുഗ്രഹമാണ്, ദൈവം തന്നൊരു കൃപയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇനിയുള്ള നാളുകളാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. കേരളത്തിലെ BJP എത്ര സീറ്റ് പിടിക്കുമെന്നാണ് ഒരു കണക്കുകൂട്ടൽ? ഇത്തവണ വലിയ വിജയമായിരിക്കും BJP നേടാൻ പോകുന്നത്. നേരത്തെ പല സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടു കാണും. BJP ഇത്തവണ കേരളത്തിൽ ആര് ഭരണത്തിൽ വരണം എന്നുള്ള ആ ഒരു നിർണായക ശക്തി ഇത്തവണ BJP ആയിരിക്കും.